അപ്പോൾ 6:30ക്കുള്ളൊരു ഷോക്ക് അരമണിക്കൂർ ദൂരത്തിലുള്ള ഒരു തിയേറ്ററിലെത്താൻ 5:45 ഇറങ്ങിയ ഒരാളായിരുന്നു ഞാൻ. പക്ഷേ ഏതോ രാഷ്ട്രീയ പാർട്ടിയുടെ റോട്ടിൽ കൂടെയുള്ള പ്രകടനം കാരണം തിയേറ്റർ കോമ്പൗണ്ടിലെത്തിയത് 6:45 ഓടിപ്പിടിച്ച് അകത്ത് കയറി സീറ്റിലിരുന്നത് 6:50. ചുരുക്കി പറഞ്ഞ സിനിമയുടെ ആദ്യത്തെ 20 മിനിറ്റ് അങ്ങ് പോയി. ഞാൻ കയറിയിരുന്നപ്പോൾ ആദ്യം കണ്ടത് ഒരു അസംബ്ലി സീൻ. ആ സീനിൽ ഒരു പയ്യൻ ബോധം കെട്ട് വീഴുമ്പോൾ അവനെ എടുത്തുകൊണ്ടുപോകുന്ന ഒരു രംഗമുണ്ട്. അവിടെ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു ഡയലോഗ് ഉയരുന്നുണ്ട്. അവിടെയാണ് എന്റെ ആദ്യത്തെ ചിരി പൊട്ടിയത്. ഇത് കഴിഞ്ഞ് ഒരു തിയേറ്റർ രംഗം വരുന്നുണ്ട്. അതിന്റെ ഒരു ഭാഗം നമ്മുടെ ട്രെയിലറിലും കാണിക്കുന്നുണ്ട്, പക്ഷെ അതൊന്നുമല്ല. അപ്പോൾ ആ തിയേറ്റർ രംഗം കണ്ടുകൊണ്ടിരുന്നപ്പോൾ എന്റെ മനസ്സിലേക്ക് വന്നത്, ഇപ്പൊ ഞാൻ ഓൺലൈനിൽ മാത്രം ടിക്കറ്റ് ബുക്ക് ചെയ്ത് സിനിമ കാണുന്ന ഒരു മാന്യനാണ്. പക്ഷെ ഒരു 10-15 കൊല്ലം മുൻപ് ഞാൻ ഈ ചാനലിൽ തന്നെ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട്, അൻവർ, പോക്കിരി രാജ തുടങ്ങിയ സിനിമകളുടെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയ്ക്ക് പോയപ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഉന്തും തള്ളും ഏൽക്കേണ്ടി വന്നിട്ടുള്ളതെന്ന്. അത് കഴിഞ്ഞ് തിയേറ്ററിനകത്ത് കയറിയിരുന്ന് വെറുതെ ബഹളം വെക്കുക. കാരണം അതാ നമ്മളൊരു 6-7 പേരായിട്ടാണ് പോകുന്നത്. തിയേറ്ററിനകത്ത് ബാക്കിയുള്ളവർ ഇങ്ങനെ തന്നെ. സോ മൊത്തത്തിലൊരു ഫെസ്റ്റിവൽ അറ്റ്മോസ്ഫിയർ ആയിരിക്കും. അപ്പൊ എന്റെ ആ ഒരു ഡേയ്സ് ഒക്കെ ഈ സീന് കണ്ടപ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വന്നു. ഇനി ഇതും കഴിഞ്ഞ് ഒരു വീട്ടിലേക്ക് കുറച്ച് പേര് വരുന്നത് മറ്റു 2 പേര് നോക്കി നിൽക്കുന്ന ഒരു രംഗമുണ്ട്. ആദ്യത്തെ ആള് വരും, രണ്ടാമത്തെ ആള് വരും, മൂന്നാമത്തെ ആള് വരുമ്പോഴേക്ക് വമ്പൻ ചിരിയായിരിക്കും. അതിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് പടം കാണുമ്പോൾ മനസ്സിലാവും. ഇനി അതേപോലെ ഒരു റിലേഷൻഷിപ്പ് റിവീൽ ആവുന്ന ഒരു രംഗമുണ്ട് ഈ പടത്തിൽ. ഒരു ടെൻസ് സിറ്റുവേഷനിൽ ഒരു പമ്പിംഗ് ബാക്ക്ഗ്രൗണ്ട് സോങ്ങോട് കൂടി നടക്കുന്ന ഒരു രംഗം. അങ്ങനെ ഒരു രംഗത്ത് വെച്ചാണ് ഈ റിലേഷൻഷിപ്പ് റിവീൽ ആവുന്നത്. ഭയങ്കര ചിരിയും ഗൂസ് ബംസും ആയിരുന്നു ആ ഒരു സീനിൽ. അങ്ങനെ ഇത്രയൊക്കെ ആയിട്ട് പടത്തിന്റെ ഫസ്റ്റ് ഹാഫ് അങ്ങ് അവസാനിച്ചു. എനിക്കൊരു 20 മിനിറ്റ് ലേറ്റായി മാത്രം പടത്തിന് കയറാൻ കഴിഞ്ഞതിൽ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടായിരുന്നു. അതൊക്കെ എങ്ങോട്ടോ പോയി. ഇനിയാണ് സെക്കൻഡ് ഹാഫ്. അതൊരു ട്രാൻസിഷൻ ഫേസ് ആണ്. അവിടെ വമ്പൻ കോമഡികളൊന്നുമില്ല, പക്ഷെ ചെറിയ ചെറിയ ഡയലോഗുകൾ വെച്ചുള്ള കോമഡികൾ അതിനകത്തുമുണ്ട്. ഇനി ഇതൊക്കെ കഴിഞ്ഞാണ് ഒരു രംഗം. അതിനെ ഞാൻ ഇങ്ങനെ പറഞ്ഞു തരാം. ഒരു വിദേശ രാജ്യത്ത് വെച്ച് കുറച്ച് ആളുകൾ മദ്യപിക്കുന്ന ഒരു രംഗം. വളരെ കാഷ്വലായി നോർമലായി തുടങ്ങിയ ഒരു സീനായിരുന്നു അത്. പക്ഷെ സീൻ കഴിയുമ്പോഴേക്ക് ചിരിച്ച് നിങ്ങളുടെ കൊടൽമാല പുറത്തു വരും. നമ്മൾ ചിരിച്ച് ഇരുന്ന സീറ്റിൽ നിന്ന് ഊർന്ന് ഇറങ്ങിപ്പോകാനുള്ള സാഹചര്യമൊക്കെ വരില്ലേ, അതുപോലെ ഒരു സംഭവമായിരുന്നു അത്. പിന്നെ ഇതും കഴിഞ്ഞ് പടം കുറച്ച് സീരിയസ് മോഡിലേക്ക് പോകും. അത് പിന്നെ സെന്റിമെന്റ്സ് ലെവലിലേക്ക് കയറും. പക്ഷെ അപ്പോഴൊക്കെ ഐ വാസ് ലൈക്ക്, ഞാൻ നല്ല വടി പോലെ നിൽക്കുകയായിരുന്നു. പക്ഷെ ഒരു സീനിൽ ഒരു ചെറിയ കുട്ടി അപ്പനെ നോക്കി കരയുന്നതും അപ്പൻ അത് കണ്ട് വിഷമിക്കുന്നതുമായ ഒരു രംഗമുണ്ട്. അതേസമയം ആ ചെറിയ കുട്ടിയുടെ വലിയ വെർഷനും കാണിക്കും. ആ രംഗത്ത് സംഗതി കയ്യിന്ന് പോയി. ഐ സ്റ്റിൽ കാൺ ബിലീവ് ഇത്രയും പ്രായമായിട്ടും ഒരു സിനിമ പോലെ ഒരു റിയൽ അല്ലാത്ത സംഗതി കണ്ടിട്ട് കരച്ചിൽ വന്നുപോയി എന്നുള്ളത്. എനിവേസ്, സിനിമ അവിടെ കൊണ്ട് അവസാനിച്ചിരുന്നെങ്കിലും ഐ വുഡ് ഹാവ് ബീൻ ഹാപ്പി. അതായത് ആ സെന്റിമെന്റൽ നോട്ടിലായിരുന്നു സിനിമ അവസാനിച്ചിരുന്നതെങ്കിലും. പക്ഷെ അങ്ങനെയല്ല. ഈ പടം കണ്ട് ഇറങ്ങുന്നവർ നല്ല ഹാപ്പി ആൻഡ് ചാർജ്ഡ് ആയി തന്നെ ഇറങ്ങണമെന്ന് സംവിധായകന് അല്ലെങ്കിൽ എഴുത്തുകാരന് നല്ല വാശി ഉണ്ടായിരുന്നു. അതിന് പറ്റിയൊരു സാധനവും അവർ ടൈലന്റിലിടും. അതങ്ങനെ ഇത്രയും സെന്റിമെന്റലായി പോയിക്കൊണ്ടിരുന്ന ഒരു സിനിമയെ പെട്ടെന്ന് ചാർജ് ആക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ അത് കഴിയും. നിങ്ങൾ സിനിമ ഒന്ന് കണ്ടു നോക്ക്. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. എന്തുകൊണ്ട് വാഴ 2 എന്ന സിനിമ ഞാൻ കാണാൻ പോവില്ല എന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ അതിനകത്ത് ഈ പടത്തിന്റെ ഒരു പൊട്ടൻഷ്യൽ സ്റ്റോറി ഞാൻ ഗസ് ചെയ്തിരുന്നു. അത് തന്നെയാണ് ഈ പടത്തിന്റെ സ്റ്റോറി. പക്ഷേ ഇറ്റ്സ് ഓൾ അബൌട്ട് മേക്കിംഗ്. ആ ഒരു സ്റ്റോറിയിൽ 1000 സിനിമകൾ ഇനിയും എടുക്കാം. പക്ഷെ ആ മേക്കിംഗ് രീതി കൊണ്ട്, സംഭാഷണങ്ങൾ കൊണ്ട്, കോമഡികൾ കൊണ്ട്, സെന്റിമെന്റ്സ് കൊണ്ട് എങ്ങനെ ആ സിനിമ ബിൽഡ് ചെയ്തെടുക്കുന്നു എന്നുള്ളതിലാണ് കാര്യം. അതിൽ ഇവർക്ക് 100-ൽ 110 മാർക്ക് കൊടുക്കാം. അപ്പൊ ശരി, കാണാത്തവരൊന്ന് പോയി കണ്ടു നോക്ക്. ഞാൻ ഗ്യാരണ്ടി.